ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ദേവാലയം ഭക്തിപൂർവം ഇന്നലെയും ഇന്നുമായി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഹൃദയത്തിൽ ഉരുവിട്ടുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന നിമിഷങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ക്രിസ്തുവിന്റെ പെരുന്നാളുകൾ കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും അധികം തവണ നടത്തപ്പെടുന്ന പെരുന്നാളുകൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെതാണ് എന്നുള്ളത് തന്നെ സഭ എത്ര പ്രാധാന്യത്തോടെയാണ് ദൈവമാതാവിനെ കാലങ്ങളായി ആദിമ നൂറ്റാണ്ട് മുതൽ അനുവർത്തിച്ചു വരുന്നു എന്നുള്ളത് ഏറെ ശ്രേഷ്ഠമായ സംഗതിയാണ്. ഒരു വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന നാള് മുതൽ ജനുവരി മാസം 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ വിത്തുകളുടെ പെരുന്നാളായി നാം കൊണ്ടാടുന്നു. പിന്നീട് മാർച്ച് മാസം പരിശുദ്ധ ദൈവമാതാവിനുള്ള വചനിപ്പ് പെരുന്നാള്. മാതാവിന്റെ മധ്യസ്ഥതയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് പുതുതായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തെ ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാലങ്ങളായി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. യേശുതമ്പുരാനെ നാം എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുകയും ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക് ഈ ലോക ജീവിതം നാം നയിക്കുമ്പോഴും മാതാവ് ഒരു വല്ലാത്ത ഒരു ശക്തിയും ഒരു കൂടിയ ഒരു സാന്നിധ്യമായി ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാറുണ്ട്. മാതാവിന്റെ ജീവിതത്തിലെ ഏതാനും ചില ചിന്തകൾ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ധരിക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ആദിമസഭയുടെ ചരിത്രത്തിൽ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ഏതെല്ലാം തലങ്ങളിൽ നാം വ്യാഖ്യാനിച്ചാലും സാധാരണക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ അവിടെ ജീവിത ഉപാധികളോട് ജീവിത വരുമാന മാർഗങ്ങളോട് ചേർത്ത് ഒരു മാതാവിനെ ഒരു വലിയ ശക്തിയായി കണ്ടിരുന്നു. അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ജനുവരി മാസത്തിലെ വിത്തുകളുടെ പെരുന്നാൾ എന്ന് പറയുന്നത് അവരുടെ കാർഷിക അധ്വാനങ്ങളിൽ അവരൊരു സംരംഭം അവരൊരു കാര്യം ആരംഭിക്കുമ്പോൾ അത് മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനാപൂർവ്വം ആരംഭിക്കുകയാണ്. വിത്തുകളുടെ പെരുന്നാളായി വർഷത്തിന്റെ ആരംഭത്തിൽ നാം അത് കൊണ്ടാടുമ്പോൾ ആത്മീയ തലങ്ങളിൽ നാം അതിനെ മറ്റൊരു വശത്ത് കാണുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വിത്തുകളുടെ പെരുന്നാള് കേവലം ഹാർവസ്റ്റിന്റെ ഒരു അനുഭവത്തിൽ ഈ ലോകത്തിന്റെ ചില സമ്പാദ്യ നേട്ടങ്ങൾക്കപ്പുറമായി സർവശക്തനായ പിതാവാ ദൈവം തന്റെ ഏകജാതനാകുന്ന വിത്ത്, വചനമാകുന്ന വിത്ത് അത് വിതയ്ക്കുവാൻ ഒരു വയലായി പരിശുദ്ധ മാതാവിനെ ഒരുക്കുന്നതായി നാം കാണുന്നുണ്ട്. അതുകൊണ്ട് വിത്തുകളുടെ പെരുന്നാൾ എന്ന് നാം പ്രാർത്ഥനാപൂർവം ആദ്യ മാസങ്ങളിൽ നാം കൊണ്ടാടുമ്പോൾ മാതാവ് ദൈവവചനമാകുന്ന ഈ ക്രിസ്തുവാകുന്ന വിത്ത് തന്റെ ഹൃദയമാകുന്ന വയലിൽ ഒരുക്കുവാൻ തക്കവണ്ണം അതിനെ ഒന്ന് ശുദ്ധീകരിച്ച ഒരു ജീവിതത്തെയാണ് മാതാവിന്റെ ജീവിതത്തിലൂടെ നാം കാണുന്നത്. ഈ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഇന്നലകളിലും ഞാൻ പറഞ്ഞു വെക്കുവാൻ ശ്രമിച്ച ഒരു ചിന്തയുണ്ടല്ലോ. ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ വ്യക്തിപരമായും സാമൂഹ്യപരമായും ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ഏറെ കളങ്കങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ കഴിയുക എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മാതാവിന്റെ കാലഘട്ടത്തിലും അശുദ്ധിയുടെയും കളങ്കങ്ങളുടെയും കണികകൾ ഇല്ലാതിരുന്നിട്ടല്ല, പിന്നെയോ സർവശക്തനെ വഹിക്കുവാൻ തക്കവണ്ണം തന്റെ ഹൃദയത്തെ വിശുദ്ധിയോടുകൂടി പരിപാലിച്ച ഒരു അമ്മയുടെ ഹൃദയമാകുന്ന വയലിലാണ് സർവശക്തൻ തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, വിത്തുകളുടെ പെരുന്നാളുകളിലേക്ക് നാം അടുത്തു വരുമ്പോൾ, നാം അത് കൊണ്ടാടുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന വയലുകൾ സർവശക്തന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം നാം ഒന്ന് ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി നാം ഇന്ന് കൊണ്ടാടുന്ന മെയ് മാസം 15-ാം തീയതിയോട് ചേർത്ത് കൊണ്ടാടപ്പെടുന്ന പെരുന്നാളാണ് കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ. അതിനെക്കുറിച്ച് മറ്റു ചില ചരിത്ര വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും അതിനപ്പുറമായി വിത്ത് കതിരായി മാറപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മാതാവിന്റെ ജീവിതത്തെ നാം ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ
വചനമുള്ളിൽ സംഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്റെ ഉദരത്തിൽ, തന്റെ ഗർഭപാത്രത്തിൽ സർവശക്തൻ ഉരുവായെന്ന് കാണുമ്പോൾ നാം മാതാവിനെ കാണുന്നുണ്ട്. ദൂരെ യാത്ര ചെയ്ത് മലനാടുകളിൽ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുക്കിലേക്ക് പോകുവാനും 3 മാസക്കാലം ശുശ്രൂഷിക്കുവാനും അവിടെ ചെലവഴിക്കുന്ന ഒരു അമ്മയെ നാം അവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, സർവശക്തൻ ഉള്ളിൽ ഉരുവായപ്പോൾ, ഒരു വലിയ ദൈവിക അനുഗ്രഹം ഉദരത്തിൽ ഉരുവാകുമ്പോൾ, അത് മറ്റുള്ളവരെ കൂടെ കരുതുവാനും മറ്റുള്ളവർക്ക് ഒരു ശുശ്രൂഷ നൽകുവാനും ചെയ്യുന്നതായിട്ട് മാതാവിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ശുശ്രൂഷ മനോഭാവം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും ഈ പെരുന്നാളിൽ നിന്ന് അല്പമായെങ്കിലും നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കണം. ശുശ്രൂഷയുടെ മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ല എന്ന് ചിന്തിച്ച് ഈ ലോക ജീവിതം നാം നയിക്കുമ്പോൾ മാതാവ് ഓർമ്മിപ്പിക്കുകയാണ്, ഉള്ളിൽ ഉരുവായ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മാതാവ് പോകുന്നത് മറ്റൊരു നാട്ടിലേക്ക് തന്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പിന്നീട് മാതാവിനെ നാം അവസാനമായി കാണുന്നത് കാൽവരി കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ചിത്രമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. കാൽവരിയുടെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ചിത്രം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന്. അവിടെ ശിമയോന്റെ പ്രവചനത്തെ നാം കാണുന്നുണ്ട്. ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്ന് അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഒരമ്മ കാൽവരി കുരിശിന്റെ സന്നിധിയിൽ അവിടെ നിൽക്കുകയാണ്. ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലൂടെ വ്യതകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കാൽവരി കുരിശിൽ ഒരു വിത്ത് ഫലമായി രൂപാന്തരപ്പെട്ടത് ഈ അമ്മ ഉദരത്തിൽ വഹിച്ച ആ വിത്ത് ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ അതിനെയൊക്കെ നേരിടുവാനുള്ള ഒരു ധൈര്യം ഈ അമ്മയിൽ ഉണ്ടായപ്പോഴാണ് കാൽവരി കുരിശ് പ്രസക്തമാകുന്നത്. ക്രൂശാരോഹണത്തോടല്ല, പിന്നെയോ ഉയർപ്പോടു കൂടിയാണ്. ആ കാൽവരി കുരിശിലെ ഉത്ഥാനത്തിന്റെ ഉണർവും അനുഭവവും ലഭിക്കുന്നത് ഈ കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മ കാൽവരി കുരിശിൽ, ആ കുരിശിന്റെ ചുവട്ടിൽ, ആ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ്. എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഇന്ന് ഏറെ താല്പര്യം ഈ കുരിശിന്റെ സന്നിധിയിൽ നിന്ന് എത്രയും സേഫായി മാറി നിൽക്കുക എന്നുള്ളതാണ്. കുരിശ് എന്ന് പറയുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്ന കേവലം ഒരു സിംബോളിക്കായിട്ട് മാത്രമല്ല, ജീവിതത്തിൽ ഏറെ പ്രതികൂലതകൾ, ഏറെ പ്രതിസന്ധികൾ എന്നെ നിങ്ങളിലേക്ക് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദേവരമ്മ കാൽവരി കുരിശിന്റെ സന്നിധിയിൽ നിന്ന് എങ്ങോട്ടും ഓടി ഒളിക്കുന്നില്ല. കാരണം ഈ കുരിശിൽ നിന്ന് തന്റെ മകൻ ഉദ്ധാനം ചെയ്യുമെന്നുള്ള ബോധ്യം ഈ കാലങ്ങളായി ഹൃദയത്തിൽ സംഗ്രഹിച്ച ഓരോ പ്രവചനങ്ങളുടെ ബോധ്യത്താൽ ഈ അമ്മയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നു. സഹനങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിൽ ഒരു ഉദ്ധാനത്തിന്റെ പൂന്തോട്ടത്തെ കാണുവാനുള്ള ദീർഘവീക്ഷണം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഈ പരിശുദ്ധ അമ്മ നമ്മെ ഈ പെരുന്നാളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഈ പെരുന്നാളിൽ കൊണ്ടാടുമ്പോൾ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുവാൻ ഒരുക്കപ്പെട്ട വയലായി മാറിയ മറിയമിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ അനുഭവം നമുക്കുണ്ടാകണം. പലപ്പോഴും നിർഭാഗ്യവശാൽ ഞാനും നിങ്ങളുമൊക്കെ മറ്റു പലവിധമായ കാര്യങ്ങളിൽ നാം ഏറെ വ്യഗ്രതപ്പെട്ടിരിക്കുന്നവരാണ്. ക്രിസ്തു ഉള്ളിൽ ഉരുവാകുവാനും ആ ഉരുവായ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും കഴിയാതെ ചില പുറംമോടികളിൽ ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ കഴിയുകയാണ്. ഒരു സംഭവം കൂടെ, ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു നോവലിൽ വായിച്ചതായ ഒരു കഥ ഇങ്ങനെയുണ്ട്. വലിയ വെള്ളിയാഴ്ച ഒരു ഗ്രാമത്തിൽ ക്രിസ്തുവിന്റെ ക്രൂസിഫിക്കേഷന്റെ ഒരു അവതരണം, ഒരു നാടക ആവിഷ്കാരം എല്ലാ വർഷവും നടത്താറുണ്ട്. അങ്ങനെ അന്നേ ദിവസം ആ ഗ്രാമത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തോട് ബന്ധപ്പെട്ട് ക്രിസ്തുവും കയ്യാഫാവും പീലാത്തോസും മറിയയും ശിഷ്യന്മാരും ഒക്കെ വരുന്നവര് ഒരു നാടക ആവിഷ്കാരൻ ഒരു സ്വാധീനത്തില് അവർ ഒരുക്കപ്പെട്ട് അതിനുവേണ്ടി അവർ പരിശീലിച്ച് കടന്നു വരികയാണ്. സാധാരണ പോലെ തന്നെ ആ ഒരു നാടകം അവിടെ പൂർത്തീകരിച്ച് എല്ലാവരും മടങ്ങി. അവിടെ ക്രിസ്തുവായി വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ആ നോവലില് ഇങ്ങനെ പറയുന്നുണ്ട്. മനോലിയസ് എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനായിരുന്നു, ഒരു ചെറുപ്പക്കാരനായിരുന്നു ക്രിസ്തുവായി വേഷം ധരിച്ചിരുന്നത്. ഈ നാടകമൊക്കെ കഴിഞ്ഞ് പഴയപടിയിലേക്ക് അവർ പോയപ്പോഴും ഈ മനോലിയസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കേവല മണിക്കൂറുകളിൽ, കേവല നിമിഷങ്ങളിൽ അവൻ ക്രിസ്തുവായി ഒന്ന് അഭിനയിച്ചുവെങ്കിലും അവന്റെ ഉള്ളിൽ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ അവന്റെ ഉള്ളിൽ ഉരുവായപ്പോൾ
ഇന്നലകളിൽ താൻ എന്തിനോടൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഒരു സമൂഹത്തിൽ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കുവാൻ അവന് കഴിയുന്നില്ല. തെറ്റിനെ തെറ്റായി വിരൽ ചൂണ്ടി കാണിക്കുവാൻ, അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ ഈ മനോലിയസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തുടങ്ങി. സാധാരണ നാട്ടുപുറങ്ങളിലുള്ളതുപോലെ അവിടെ പറയുകയാണ്, മുതിർന്നവർ അവനെ ഉപദേശിക്കുകയാണ്, മകനെ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ ജീവിക്കുവാൻ പ്രയാസമാണ്. കുറെയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ സമൂഹത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് പേരും പെരുമയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ആ ഉപദേശത്തിന്റെ അവസാനത്തിലായിട്ട് പറയുകയാണ്, അവർ കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, യു ആർ നോട്ട് സപ്പോസ് ടു ലീവ് ദ ക്രൈസ്റ്റ്, യു ആർ സപ്പോസ് ടു ആക്ട്. നീ ക്രിസ്തുവായി ജീവിക്കുവാൻ വേണ്ടി അല്ല നിന്നെ ഈ നാടകത്തിലേക്ക് എടുത്തത്, പിന്നെയോ യു ആർ സപ്പോസ് ടു ആക്ട്. നീ ക്രിസ്തുവായി ഒന്ന് അഭിനയിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ക്രിസ്തുവായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെങ്കിലും ക്രിസ്തുവായി അഭിനയിക്കുവാൻ ഏറെ ആഗ്രഹിക്കുന്നവരാണ്. പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധനായ ഗീവറീസഹതായും പരിശുദ്ധന്മാരും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവർ ക്രിസ്തുവായി സമൂഹത്തിൽ അഭിനയിക്കുവായിരുന്നില്ല, അവർ നമ്മളോടൊപ്പം നമുക്ക് മുൻപേ ക്രിസ്തുവായി ജീവിച്ചവരായതുകൊണ്ടാണ് കാലങ്ങൾക്കിപ്പുറവും നാം അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നത്. ഈ പെരുന്നാളിൽ എന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ബോധ്യം, ദൈവമേ, ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവായി അഭിനയിക്കുന്ന തലങ്ങളിൽ നിന്ന് എന്താണ് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് വളരുവാൻ എനിക്ക് സാധിക്കുന്നത് എന്ന ബോധ്യത്തിൽ വചനത്തെ ഉള്ളിൽ ഉദിപ്പിക്കുവാൻ, ഒരുക്കപ്പെടുന്ന വയലായി വിശുദ്ധിയോടെ ജീവിക്കുവാൻ, സഹനങ്ങളിൽ ക്രിസ്തുവിന്റെ കുരിശിനോളം അടുത്തു ചെല്ലുവാൻ, ആ കുരിശിൽ നിന്നുള്ള ഉത്ഥാനത്തെ മുൻകൂട്ടി കാണുവാനുള്ള ബോധ്യം ഈ പെരുന്നാളിൽ പരിശുദ്ധ മാതാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.